BPCLന്റെ IOCയുടെയും ഇടയിൽ കുടുങ്ങിയ കുറേ കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവർ കുറേ ദിവസമായി അതിൻ്റെ സമരത്തിലുമൊക്കെയാണ്, പത്രങ്ങളിലുമൊക്കെ വാർത്തകളുണ്ട്. ഇതിനെന്താണ് പരിഹാരം? ഈ BPCL എന്ന് പറയുന്ന കമ്പനിയുടെയും IOC എന്ന് പറയുന്ന കമ്പനി അമ്പലമുകൾ എന്ന പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്പനികളുടെ രണ്ടിൻ്റെയും ഇടയിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ BPCLും IOCയും അവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കമ്പനിയുടെ ഇടയിലുള്ള ഒരു 200ഓളം കുടുംബങ്ങളുടെ വളരെ അവർ സാധാരണ BPCL എടുത്തതിനേക്കാളും വളരെ കുറച്ചൊരു ഭൂമി അവിടെ അക്വയർ ചെയ്യാതെ കിടന്നിരുന്നു. ഈ ഭൂമി അക്വയർ ചെയ്യാത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് BPCLന്റെയും IOCയുടെയും നിന്ന് വരുന്ന പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാരകമായ അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക. അതാണ് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വളരെ ഗൗരവമായിട്ട് മാരകമായ അസുഖങ്ങൾ. അവർ കഴിഞ്ഞ 200 ദിവസമായിട്ട് അവിടെ സത്യാഗ്രഹ സമരം BPCLന്റെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുക. BPCL ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പണമില്ലാത്ത ഒരു കമ്പനിയല്ല BPCL എന്ന് പറയുന്നത്. ഇപ്പൊ IOCയും വലിയ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പൊ ഈ ആളുകളെ സംബന്ധിച്ച് പൊല്യൂഷൻ വെച്ചുകൊണ്ട് ഒരു കമ്പനി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് കൃത്യമായിട്ടും അവിടെ പൊല്യൂഷൻ ഉണ്ടെന്നും ഈ പറഞ്ഞ ആളുകൾക്ക് അവിടെ ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്നും റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടംപ്റ്റ് അടക്കം ഈ പറഞ്ഞ BPCLന്റെയും IOCയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരാണിത് ചെയ്യുന്നത് എന്നുള്ളത്, പൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ കമ്പനികൾക്ക് ആർക്കും തർക്കമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും തർക്കമില്ല. അപ്പൊ പിന്നെ ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണമെങ്കിൽ അവരുടെ ഭൂമി അക്വയർ ചെയ്യണം. ഈ BPCLന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന IOCയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ ഭൂമി അക്വയർ ചെയ്ത് അവരുടെ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ യാതൊരു പ്രയാസവും ഇവർക്കില്ല എന്നിരിക്കെ ഈ പാവങ്ങൾ ഇപ്പൊ ആസ്മ രോഗികളായിട്ട് മാറി ഈ ഭൂമി തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് വാടകയ്ക്ക്. ഇപ്പൊ ഈ മിനിയാന്ന് അവിടെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ കരിയിൽ മുങ്ങി, പുകയിൽ മുങ്ങി, മനുഷ്യർക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഒരു 10-15 പേരെ അപ്പം തന്നെ ആശുപത്രിയിലാക്കി. ഈ ആളുകളെ മുഴുവൻ പിന്നെ സർക്കാരും പോലീസും ഒക്കെ ഇടപെട്ട് പോലീസ് ഇവരെ രക്ഷിച്ച് ഇപ്പോൾ BPCLന്റെ നേതൃത്വത്തിൽ ചോറ്റാനിക്കര ഒരു പ്രദേശത്ത് ഒരു റിസോർട്ടിൽ കൊണ്ട് അവരെ താമസിപ്പിച്ചിരിക്കുക. അപ്പൊ ഈ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ വളരെ ശരിയാണെന്ന് പറഞ്ഞാൽ ഇതിക്ക് മുന്നേ 1 മാസം മുന്നേ BPCLിൽ നിന്ന് ക്രിസ്റ്റൽസ് മഴ പോലെ ഇവരുടെ വീടിന്റെ മുന്നിലേക്ക് വീണു. അത് ചവിട്ടുന്ന ആളുകൾക്കും തൊടുന്ന ആളുകൾക്കൊക്കെ ചൊറിച്ചിലും അവർക്ക് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കോടതിയിൽ പറഞ്ഞു. ഞങ്ങൾ തെളിവുകളായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും മുഖ്യമന്ത്രി പല പ്രാവശ്യം ചർച്ചകൾ വിളിച്ചേർത്തു, കളക്ടർ പല പ്രാവശ്യം ചർച്ചകൾ വിളിച്ചേർത്തു. പക്ഷെ കമ്പനികൾ തയ്യാറാവണമല്ലോ. കമ്പനി ഇത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനികൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം കോടതി അത്രയും സീരിയസ് ആയിട്ട് ആ വിഷയത്തിൽ കാണുന്നത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന പൊല്യൂഷനെ, അതും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ പൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷവും അത് അങ്ങനെ തുടരുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ കമ്പനികൾ പൂട്ടുന്ന സമയത്ത് തൊഴിലാളികളും എല്ലാവരും ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കമ്പനികൾ പൂട്ടണമെന്ന് ഈ മനുഷ്യർക്ക് ആഗ്രഹമില്ല. കാരണം ഒരുപാട് മനുഷ്യർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ തന്നെ പൂട്ടണോ വേണ്ടെന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കമ്പനികൾ പൂട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജീവിക്കണം എന്ന് പറയുന്നത് മാത്രമാണ് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇപ്പം കൊല്ലത്താണെങ്കിലും ചവറ ഈ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഗവൺമെൻറ് ഒരു നിശ്ചിത നിലപാടുകൾ എടുക്കേണ്ടി വരും. കാരണം ഇവരെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് നമ്മൾ പരിശോധിച്ചാൽ അവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ഈ അലക്ക് ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നഗരവികസനത്തിൻ്റെ ഭാഗമായി അവരെ പിന്നീട് ഇരവിപുരത്ത് പ്രത്യേക വീടുകൾ വെച്ച് അവരെല്ലാം ആ കുടുംബത്തെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി. ആദ്യഘട്ടത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ക്ഷേത്രം അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് മാറാൻ എന്താണ് തടസ്സം? അത് കേന്ദ്ര സർക്കാരാണ് ഇതിൽ നിലപാട് കൃത്യമായിട്ട് എടുക്കേണ്ടത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ 2 കമ്പനികളാണല്ലോ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ അതിനൊരു പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്താൽ, അത് കമ്പനികളുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടം പോലെ വികസന പദ്ധതികൾ അവർക്കല്ല. തൊട്ട് അപ്പുറത്ത് BPCL FACTയുടെ സ്ഥലമെടുത്തല്ലോ. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് 1000 കണക്കിന് കോടി രൂപ കൊടുത്താണ് FACTയുടെ സ്ഥലം എടുത്തത്.
ഇത് തൊട്ട് റൈറ്റ് സൈഡിലും മറ്റത് ലെഫ്റ്റ് സൈഡിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ BPCLകാരും IOCക്കാരും ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇത്രയും നാളായിട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. പരിസ്ഥിതി വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൃത്യമായും ഇവിടെ പൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ കോടതി ചോദിച്ചു എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന്. ഒരു പൊല്യൂഷൻ ഉണ്ട് ഒരു പ്രദേശത്തെ കമ്പനി വഴി എന്ന് കണ്ടാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നെക്സ്റ്റ് ചെയ്യേണ്ട പണി എന്താണ്? ഷോക്കോസ് നോട്ടീസും കൊടുക്കണം, അടച്ചു പൂട്ടിക്കുകയും ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കളക്ടറോട് ഒരു നിർദ്ദേശം കൊടുത്തു. കളക്ടർ യോഗം വിളിച്ചു ചേർത്തു. ഇതുവരെയായിട്ട് അവരുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു അവസ്ഥയെ ഭരണകൂടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ വരുത്തുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ വാതകങ്ങൾ ശ്വസിച്ച് ഒരുപാട് പേർക്ക് അത് അടുത്ത തലമുറയെ കൂടി ബാധിക്കുന്ന എൻഡോസൾഫാൻ പോലെയൊക്കെയുള്ള അടുത്ത തലമുറയെ കൂടി ബാധിക്കുന്ന വിഷയങ്ങൾ കൂടിയാണ്. അപ്പൊ അതിൽ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? ഇപ്പൊ കപ്പല് മുങ്ങി നമ്മുടെ അറബിക്കടലിൽ കേരള സർക്കാർ 9,528 കോടി നഷ്ടപരിഹാരം ചോദിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ചെയ്തേക്കാം, കേസ് കൊടുത്തിരിക്കുക. 9,500 അതായത് ഏതാണ്ട് 10,000 കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കേരളത്തില് ഇത്രയധികം കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കാനുള്ള കാരണം? കടല് മൊത്തമായിട്ട് കെമിക്കൽ കൊണ്ട് മൂടിയിരിക്കുന്നു. ഇവിടെ ആ വിഷയം സംസാരിക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മാസത്തെ റേഷനും അല്ലെങ്കിൽ 2 മാസത്തെ റേഷനോ 1000 രൂപയും കൊടുത്ത മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണില്ല. പക്ഷെ അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള വിഷയം ഇതിന്റെ പാരിസ്ഥിതിക ആഘാതമാണ്. ഇവിടത്തെ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാതിരിക്കില്ല. അവർ ആ മത്സ്യം എടുക്കുകയും ആ മത്സ്യം ഇവിടെ വിൽക്കുകയും ചെയ്യും. ആ മത്സ്യം വിൽക്കുമ്പോൾ നമ്മൾ അത് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അസുഖങ്ങളുടെ വിഷയം കൂടി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഈ നഷ്ടപരിഹാരം പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഈ മീൻ ഇനി കഴിക്കാനായിട്ട് കടലിലെ മീൻ കടൽ എവിടെയൊക്കെ പോകുന്നത്? ഇപ്പൊ നമ്മുടെ തീരത്ത് നിന്ന് പോയി ആന്ധ്രാപ്രദേശിൽ ധാരാളമായിട്ടുള്ള മത്സ്യങ്ങൾ ഒരു ദിവസം ചത്തുപോയി. ഏത് കമ്പനിയിൽ നിന്നാന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് ആർക്കറിയാം? ഇപ്പൊ പെരിയാറിൽ കഴിഞ്ഞ ദിവസവും മത്സ്യം ചത്തുപോയി. ഈ കമ്പനികൾ അവരുടെ വേസ്റ്റ് പെരിയാറിലേക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ വിഷയങ്ങളെ കമ്പനികൾ നിലനിൽക്കണം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണെങ്കിൽ ആർക്ക് തൊഴിലുണ്ടാവുള്ളൂ. പക്ഷെ ചില കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള പൈസ ചെലവഴിച്ചാൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവരത് ചെയ്യാതെ കമ്പനികൾ നേരിട്ട് എളുപ്പവഴിക്ക് അതിൽ ചില തൊഴിലാളികൾക്ക് പങ്കുണ്ട്. അവര് തന്നെ നേരിട്ട് ഈ പുഴയിലേക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ കരിമുകളിൽ തന്നെ അവിടെ ഫിലിപ്സ് കാർബൺ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ദിവസം ആളുകൾ ചെല്ലുന്നവരുടെ മുഖത്ത് കരി പറ്റി പിടിക്കുന്ന അവസ്ഥയാണ്. അവര് അതിന് ആ കരി ഉപയോഗിച്ച് അവർ വൈദ്യുതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ വൈദ്യുതി ആ കമ്പനിയിലേക്കും ഇപ്പൊ സർക്കാരിലേക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.